ഓണം എന്ന് പറഞ്ഞാൽ നമ്മുടെ ഓർമ്മയിലെത്തുന്നത് ഓണസദ്യയാണ്. അപ്പോൾ ഓണസദ്യയിലെ ഏറ്റവും പ്രധാനം ഓണത്തിൻ്റെ പായസം തന്നെയാണ് അല്ലേ? അപ്പോൾ നമ്മൾ 2 പായസങ്ങൾ ചെയ്ത് കഴിഞ്ഞു. ഇത് മൂന്നാമത്തെ ഒരു ഡിഫറെൻറ്റ് പായസമാണ്. അപ്പോൾ നമ്മളത് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് 1 ലിറ്റർ വെള്ളം തിളപ്പിക്കാനായിട്ട് വെച്ചിട്ടുണ്ട്. അതിലേക്ക് കുക്കിംഗ് ഓയിൽ നമ്മൾ ഒഴിച്ചു കൊടുക്കുക. പിന്നെ മാക്രോണിയാണ്, അതായത് പാസ്ത. അപ്പോൾ നിങ്ങൾ ഏത് പാസ്തയാണ് എടുക്കുന്നത് എന്ന് നോക്കിയിട്ടാണ് അതിൻ്റെ കുക്കിംഗ് ടൈം ഉണ്ടാവുക. അതായത് ഈ പാസ്തയുടെ കവർ ഉണ്ടല്ലോ, ഈ കവറിൽ എഴുതിയിട്ടുണ്ട് കുക്കിംഗ് ടൈം. അതനുസരിച്ച് വേണം നിങ്ങൾ കുക്ക് ചെയ്യാനായിട്ട്. അപ്പോൾ അതിന് 2 കുക്കിംഗ് ടൈം എഴുതിയിട്ടുണ്ടാവും. നോർമലി ഇതിന് ഒരു 10-12 എന്ന് പറഞ്ഞിട്ടാണ് ഒരു കുക്കിംഗ് ടൈം എഴുതിയിരിക്കുന്നത്. കൂടാതെ അൽ ദെന്തെ എന്ന് പറഞ്ഞിട്ടൊരു കുക്കിംഗ് ടൈം എഴുതിയിട്ടുണ്ട്. അതൊരു ഇറ്റാലിയൻ വേർഡാണ്. അപ്പോൾ ആ വേർഡ് അതനുസരിച്ചാണ് നമുക്ക് കുക്ക് ചെയ്യുന്നത്. അപ്പോൾ ആ കുക്കിംഗ് ടൈം എന്ന് വെച്ചാൽ 10-12 എന്നതിൽ 1 മിനിറ്റ് കുറഞ്ഞിരിക്കും. അപ്പോൾ അങ്ങനെ വേണം കുക്ക് ചെയ്ത് എടുക്കാനായിട്ട്. അപ്പോൾ ഈ പായസത്തിന് ശരിക്കും പാലടയുടെ ഒരു രുചിയാണ്. അപ്പോൾ ഇനി ഇത് നിങ്ങളെടുക്കുന്ന പാസ്ത ഇതിലും വലുതാണ് എങ്കിൽ എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ ഒന്ന് ക്രഷ് ചെയ്തിടുക. അപ്പോൾ നമ്മുടെ പാസ്ത ഒരു 11 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. നമുക്കിതൊന്ന് വെള്ളം ഒന്ന് വറ്റാനായിട്ട് ഇങ്ങനെ ഊറ്റി വയ്ക്കാം. അപ്പോൾ ഓയിൽ ഒഴിച്ചത് എന്തിനാണെന്ന് വെച്ചാൽ അത് പാസ്തകൾ തമ്മിൽ പരസ്പരം ഒട്ടിപ്പിടിക്കാതിരിക്കാൻ വേണ്ടിയാണ് കേട്ടോ. അതിൽ നമുക്ക് ഉരുളിയിലേക്ക് അല്ലെങ്കിൽ ചൂട് കട്ടിയായിട്ടുള്ളൊരു പാത്രത്തിലേക്ക് നെയ്യ് ഒഴിച്ചു കൊടുക്കണം. ഇനി നമുക്ക് നെയ്യിലേക്ക് അണ്ടിപ്പരിപ്പ് ചേർത്ത് കൊടുക്കാം. അപ്പം നമ്മുടെ അണ്ടിപ്പരിപ്പ് ഗോൾഡൻ ബ്രൗൺ ആയിട്ടുണ്ട്. ഇതിലേക്ക് ഉണക്ക മുന്തിരിങ്ങ അങ്ങോട്ട് ചേർത്ത് കൊടുക്കാം. ഇനി മുന്തിരിങ്ങ അങ്ങോട്ട് ഉരുണ്ട് ബോൾ പോലെ വരണം. എന്നിട്ട് വേണം നമുക്ക് ഇതൊന്ന് കോരി മാറ്റാനായിട്ട്. ഇത് നമുക്ക് അതേ ഉരുളിയിലേക്ക് തന്നെ പാലൊഴിച്ചു കൊടുക്കാം. 1 ലിറ്റർ പാലാണിത്. പാലൊന്ന് ചൂടാവുമ്പോൾ നമ്മൾ മിൽക്ക് മെയ്ഡ് അല്ലെങ്കിൽ കണ്ടൻസ്ഡ് മിൽക്കാണ് ചേർക്കുന്നത്. ഇനിയിപ്പോൾ കണ്ടൻസ്ഡ് മിൽക്ക് ഇല്ല എങ്കിൽ പഞ്ചസാര ചേർത്താലും മതി. ഞാൻ കണ്ടൻസ്ഡ് മിൽക്കും പഞ്ചസാരയും കൂടി മിക്സ് ആയിട്ടാണ് ചേർക്കുന്നത്. അതായത് നമ്മൾ കണ്ടൻസ്ഡ് മിൽക്ക് ചേർക്കുമ്പോഴാണ് പായസത്തിന് നല്ലൊരു രുചി കിട്ടുക. അപ്പോൾ നമ്മൾ കണ്ടൻസ്ഡ് മിൽക്ക് ഒഴിച്ചതിന് ശേഷം കണ്ടിന്യൂസ് ഇളക്കിക്കൊണ്ടിരിക്കണം, അല്ലെങ്കിൽ അടിയിൽ പിടിക്കാൻ സാധ്യതയുണ്ട്. അപ്പോൾ പാല് തിളച്ചിട്ടുണ്ട്. ഇനി ഒരു 3-4 മിനിറ്റ് ഒന്ന് ഇളക്കുക. അതിനുശേഷം നമുക്ക് പാസ്ത ഇട്ട് കൊടുക്കാം. നമ്മുടെ പാസ്ത ഒന്ന് ചേർത്ത് കൊടുക്കാം. പാല് തിളച്ചു പോവാതെ സൂക്ഷിക്കണം. എന്നിട്ട് വറുത്ത് വെച്ച അണ്ടിപ്പരിപ്പ് കിസ്മിസ് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഒന്ന് ഇളക്കിയതിന് ശേഷം നമുക്ക് ഓഫ് ചെയ്യാം. ഇപ്പോൾ ഇത്തിരി പാല് കൂടുതലാണ് എന്ന് തോന്നിയാലും ഒരു 15 മിനിറ്റിന് ശേഷം എല്ലാം സെറ്റായിരിക്കും, കുറുകിയിരിക്കും. അപ്പോൾ ഒരു 15 മിനിറ്റിന് ശേഷം ചെറു ചൂടോടെ മാത്രം വിളമ്പുക, കഴിക്കുക. നല്ല ടേസ്റ്റുള്ള പായസമാണ്. ഓണത്തിൻ്റെ ഏതെങ്കിലും ഒരു ദിവസം ഉണ്ടാക്കി നോക്കിക്കൊള്ളൂ കേട്ടോ.